പേപ്പർ വാഴയിലെയും വൈറ്റ് പേപ്പറും വെച്ച് നമുക്കിന്ന് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ? നമ്മൾ എടുത്തിട്ടുള്ള ഈ വൈറ്റ് പേപ്പർ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. നമ്മളിന്നൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മടക്കിയെടുത്തിട്ടുള്ള വൈറ്റ് പേപ്പർ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ അരികിലൂടെ വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പോലെ നമുക്കിതിൽ മുഴുവനായും കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിൽ മടക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായും കട്ട് ചെയ്ത് കൊടുക്കരുത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റ് പേപ്പറിൽ നിന്നും 4 ഇലകളാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ വാഴ ഇലയിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പേപ്പർ വാഴയില തന്നെ വേണം എന്നൊന്നുമില്ല. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ എടുക്കാം. ഇപ്പം നമ്മളിതിൽ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പർ വാഴയിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഉടനെ നമ്മൾ ഇതുപോലത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഗ്രീൻ കളർ പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ പേപ്പർ വാഴയിലേക്ക് പകരമായിട്ട് ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇവിടെ വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 ഇലകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ പേപ്പർ വാഴ ഇലയിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഇത് നമുക്കിനി വീണ്ടും കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഇലകൾ കൂടെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളതെല്ലാം നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കത് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കത് വീണ്ടും ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇതുപോലെയാണ് നമുക്ക് ഓരോ ഇലകളും കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ പേപ്പർ വാഴയിലയിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഓരോന്നും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളതെല്ലാം കട്ട് ചെയ്തെടുത്തു. ചെറിയ ഇലകളും വലിയ ഇലകളും എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഇലകളിലേക്കെല്ലാം ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകൾ നമുക്കിനി ചെയ്തെടുക്കണം. ഇലയിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളും നമ്മൾ പേപ്പർ വാഴയില വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പേപ്പർ വാഴയില കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുപോലത്തെ ക്രാഫ്റ്റ് ഐഡിയകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കൂടാൻ മറന്നു പോകരുതേ. ഇപ്പം നമ്മൾ എല്ലാ ഇലകളിലേക്കും ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകൾ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഈർക്കിളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഓരോന്നിനും നമുക്ക് ഈർക്കിളി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് ഓരോന്നും ഇലകളിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലയുടെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തണ്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലകളിലും നമുക്ക് തണ്ടുകൾ ഒട്ടിച്ചെടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ എല്ലാ ഇലകളിലും തണ്ടുകളൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഓരോ ഇലയും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. നമ്മളതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഈർക്കിളി പൊട്ടിപ്പോവാത്ത രീതിയിൽ പതുക്കെ വളച്ചു കൊടുത്താൽ മതി.
നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഈർക്കിളി പച്ച ഈർക്കിളി ആണെങ്കിൽ നമുക്കിതുപോലെ വളച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഇലകളെല്ലാം ഇതിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്ത് അതിൽ പെയിൻ്റ് എല്ലാം കൊടുത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടൊരു ഹോളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെറിയ ഇലകൾ നോക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.